അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പല സ്ത്രീകൾക്കുമുള്ള സംശയമാണ്. റമളാനിൽ പ്രത്യേകിച്ചും ഈ സംശയം വർദ്ധിക്കുന്നു. അവർ പലപ്പോഴും റമളാനിൻ്റെ പകലുകളിലും പലപ്പോഴും രാത്രികളിലുമൊക്കെ തന്നെ അടുക്കളയിലാണ്, ഭക്ഷണം പാചകം ചെയ്യുന്നു, ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും മക്കൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്നു, സഹോദരങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. അങ്ങനെ എപ്പോഴും അവർ അടുക്കളയിലും മറ്റുമായി ബിസിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് റമളാനിൻ്റെ ഫളലുകൾ നഷ്ടപ്പെടുമോ, ലൈലത്തുൽ ഖദറിൻ്റെ ഫളല് നഷ്ടപ്പെടുമോ, അതേപോലെ തന്നെ മറ്റു സൽക്കർമ്മങ്ങൾ പുരുഷന്മാർ ചെയ്യുന്നത് പോലെയുള്ള പലതും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് കൂലി കുറഞ്ഞു പോകുമോ? ഈ സംശയം ധാരാളം ആളുകൾക്കുണ്ട്. അറിയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളിൽ നിന്നും പരിശുദ്ധ ഖുർആനിൻ്റെ സൂചനകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടുജോലി എന്നുള്ളത് അവരുടെ മതപരമായ ശർഈയായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവർ നല്ല നിയ്യത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് അതിനും തക്കതായ പ്രതിഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്ടിൽ അവിടെ അതിഥികൾ വന്നപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആരുടെ അടുക്കലേക്കാണ് പോയത്? ഫറാഗ ഇല അഹ്ലിഹി, തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഫജാ ബി ഇജ്ലിൻ സമീൻ, നല്ല കൊഴുപ്പുള്ള തടിച്ചു കൊഴുത്ത ഒരു കാളക്കുട്ടിയെ അവർ വേവിച്ചു കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അവിടെ ഭാര്യയുടെ അടുക്കലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഭാര്യമാരെ വീട്ടുജോലിയിൽ സഹായിക്കാറുണ്ട്. എന്നാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോകും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി, വീട്ടുജോലി ബേസിക്കലി അത് ചെയ്യുന്നത് സ്ത്രീകളാണ്, ഭാര്യമാരാണ്. ഭർത്താക്കന്മാർ അവരെ അതിൽ സഹായിക്കണം, അത് വളരെ നല്ല ഒരു കാര്യമാണ് എന്നർത്ഥം. അതേപോലെ തന്നെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷക്കത്ത് മാ തൽഖാ മിൻ അസരി റഹാ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പരാതി പറയുകയാണ്, മാവ് അരയ്ക്കുന്ന ആ ഒരു അരക്കല്ല്, ആ അരക്കല്ലിൽ മാവ് അരച്ച് അവരുടെ കൈകളിൽ വലിയ തയമ്പുകളുണ്ടായി, വലിയ പ്രയാസമുണ്ടായി. അപ്പോൾ അത്രയും വലിയൊരു ജോലി ചെയ്തിട്ട് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക്. അപ്പോൾ ഒരു വൃത്തിയെ, വീട്ടുജോലിക്ക് ഒരാളെ നിശ്ചയിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അതിനേക്കാൾ ഖൈറായത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാ എന്ന് 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 34 തവണ ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തൻ്റെ വീട്ടുജോലിയുടെ ഭാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ അത് സ്ത്രീകൾ ചെയ്യേണ്ടതല്ല, സ്ത്രീകളെ അങ്ങനെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. വീട്ടുജോലി കൂടി താങ്കൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എക്കാലഘട്ടത്തിലും എല്ലാ നാടുകളിലും അത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കണം, പ്രയാസപ്പെടുത്തണം, അവരുടെ ആരോഗ്യം നോക്കാതെ, അവരുടെ മറ്റു പ്രയാസങ്ങളൊക്കെ നോക്കാതെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം അടിമകളെപ്പോലെ എന്നുള്ള അർത്ഥത്തിലല്ല. അത് പരസ്പരം കണ്ടറിഞ്ഞ് തആവനു അലൽ ബിർരി വത്തഖ്വ എന്നാണ് ഇസ്ലാമിൻ്റെ തത്വം. പരസ്പരം എല്ലാവരും സഹായിക്കുക, സഹകരിക്കുക, കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പൊതുവെ അവരുടെ വീട്ടുജോലിയും കുടുംബത്തെ നോക്കലും മറ്റുമൊക്കെ പുണ്യമുള്ള കാര്യമാണ്, അത് വളരെ നല്ല കാര്യമാണ്. അവരുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ അവർക്ക് വമ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അതേപോലെ തന്നെ റമളാൻ മാസത്തിൽ പ്രത്യേകിച്ചും സൂചിപ്പിക്കട്ടെ, റമളാൻ മാസത്തിൽ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നു, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നോമ്പുകാരെ നോമ്പ് തുറപ്പിച്ചാലുള്ള പ്രതിഫലം എത്രയാണ്? ആ പ്രതിഫലം മുഴുവനും ആ സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം തുറപ്പിച്ച വ്യക്തിക്ക് ലഭിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് സ്ത്രീകൾക്ക് ലഭിക്കുമോ? ലഭിക്കുമെന്നാണ് വ്യക്തമായ സൂചന നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അൻഫഖത്തിൽ മർഅതു മിൻ ത്വആമി ബൈതിഹ, ഒരു സ്ത്രീ
തൻ്റെ വീട്ടിലുള്ള ഭക്ഷണം ചെലവഴിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ തൻ്റെ വീട്ടിലുള്ള ഭക്ഷണം ചെലവഴിക്കുകയാണ്, ഗൈറ മുഫ്സിദത്തിൻ, അതിനെ നശിപ്പിക്കാത്ത രൂപത്തിൽ, കാനലഹ അജ്റുഹ, അവൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും, ബിമാ അൻഫഖത്ത്, അവൾ ചെലവഴിച്ചതിൻ്റെ പേരിൽ, വലി സൗജിഹ അജ്റുഹു, ഭർത്താവിനും അതിൻ്റെ പ്രതിഫലമുണ്ട്. കാരണം ഭർത്താവാണ് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നത്, ഭർത്താവാണ് പുറത്തുപോയി അധ്വാനിച്ചത്, പണം ചെലവാക്കിയത്. പക്ഷേ ഭർത്താവ് അധ്വാനിച്ച് പണം ചെലവാക്കി കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ഭാര്യ ചെലവഴിച്ചാൽ ഭാര്യയ്ക്ക് കൂടി അതിൻ്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടർക്കും പ്രതിഫലമുണ്ട്, ഭർത്താവിന് മാത്രമല്ല. മറിച്ച് ഭർത്താവിൻ്റെ ധനത്തിൽ നിന്ന്, ഭർത്താവ് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് അതിനെ ഫസാദാക്കാത്ത, കുഴപ്പമുണ്ടാകാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് ചെലവഴിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനുള്ള, അത് സമ്പാദിച്ച ആൾക്കുള്ള അതേ പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ കാണാം. ഇമാം ബുഖാരിയുടെ മറ്റൊരു റിവായത്തിൽ ഉള്ള പദപ്രയോഗം ഇങ്ങനെയാണ്: ഇദാ അത്അമത്തിൽ മർഅതു മിൻ ബൈതി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ ഭക്ഷണം നൽകിയാൽ മറ്റുള്ളവർക്ക്, ഗൈറ മുഫ്സിദത്തിൻ ലഹ, ആ ഭർത്താവിൻ്റെ ധനത്തിൽ അവൾ എന്ത് ചെയ്യരുത്, ദൂർത്തടിച്ച് ഫസാദാക്കാത്ത രൂപത്തിലാണെങ്കിൽ, ലഹ അജ്റുഹ, അവൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്, വലഹു മിസ്ലുഹു, ഭർത്താവിനും പ്രതിഫലമുണ്ട്. അപ്പോൾ ഇവിടെ ഇദാ അത്അമത്തിൽ മർഅതു എന്നാണ് പറഞ്ഞത്. സ്ത്രീ ഭക്ഷണം നൽകിയാൽ, ഭർത്താവാണ് കൊണ്ടുവന്നത്, ഭർത്താവാണ് അധ്വാനിച്ചത്, പക്ഷേ സ്ത്രീയാണത് പാചകം ചെയ്യുന്നത്, അവളാണത് തീറ്റിക്കുന്നത് എങ്കിൽ അവൾക്കും ആ ഭർത്താവിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നോമ്പിനാകട്ടെ, റമളാനിലാകട്ടെ, അല്ലാത്ത കാലത്താകട്ടെ, വീട്ടിലുള്ള ഭക്ഷണം പാചകം ചെയ്യുകയും വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് അതിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്നതാണ്. മക്കൾക്ക് കൊടുക്കുമ്പോൾ, മാതാപിതാക്കൾക്ക് കൊടുക്കുമ്പോൾ, സഹോദരങ്ങൾക്ക് കൊടുക്കുമ്പോഴൊക്കെ സ്ത്രീകൾക്ക് അതിൽ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിലൊരു പൊതുതത്വം, ഒരു നന്മയിൽ ആരൊക്കെ സഹകരിക്കുന്നുണ്ടോ അവർക്കൊക്കെ തുല്യ പ്രതിഫലമാണ് എന്നാണ്. കാരണം സഹിഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യുദ്ഖിലു സലാസത നഫരിൻ അൽ ജന്ന ബിസ്സഹ്മിൽ വാഹിദി, ഒരൊറ്റ അമ്പ്, പക്ഷേ മൂന്നാളുകളെ ആ ഒരു അമ്പ് കാരണം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അമ്പ് ഒന്ന് മാത്രമാണ്, പക്ഷേ അള്ളാഹു അതിലൂടെ മൂന്നാളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. എന്താ കാരണം? സാനിഅഹു യഹ്തസിബു ഫീ സുൻഇഹിൽ ഖൈർ, ഒന്ന് ആ അമ്പ് ഉണ്ടാക്കിയ, യുദ്ധത്തിന് വേണ്ടി അമ്പ് ഉണ്ടാക്കിയ വ്യക്തി, അയാൾ ഖൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുണ്ടാക്കിയ ആൾക്കുണ്ട്. വറാമി ബിഹി, അതേപോലെ തന്നെ അമ്പ് എയ്ത ആൾക്കുണ്ട്. വ മുനബ്ബിലഹു, എയ്യാൻ വേണ്ടി, അമ്പ് തൊടുക്കാൻ വേണ്ടി അത് എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കുമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അമ്പ് എയ്ത ആൾക്ക് പ്രതിഫലമുണ്ട്, ആ അമ്പ് എടുത്തു കൊടുത്ത ആൾക്കും അതേ പ്രതിഫലമുണ്ട്, ആ അമ്പ് ഉണ്ടാക്കിയ ആളുകൾക്കും അതേ പ്രതിഫലമുണ്ട്. ഒരൊറ്റ കാര്യം, പക്ഷെ അതിൽ പങ്കാളികളായ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. ഇതേപോലെ ഭർത്താവാണ് വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നതെങ്കിലും അത് പാചകം ചെയ്യുന്ന, അത് മറ്റുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന സ്ത്രീകൾക്ക് അതേ പ്രതിഫലമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഭർത്താവിൻ്റെ ധനമാണ് അവൾ ചെലവഴിക്കുന്നതെങ്കിലും തീർച്ചയായും അവൾക്ക് അതിൽ പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ഒരു പക്ഷേ അവരുടെ കൈകളിൽ തന്നെ വേറെ ധനമുണ്ടാകും, സ്വന്തമായിട്ട് തന്നെ ധനമുണ്ടാകും, അതിൽ നിന്നും അവർക്ക് ചെലവഴിക്കാവുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ സൈനബ് റളിയല്ലാഹു തആല അൻഹ നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നക അമർത്തൽ യൗമ ബിസ്സദഖ വകാന ഇൻദി ഹുലിയ്യുൻ ലി ഫഅറദ്തു അൻ അതസദ്ദഖ ബിഹി ഫസഅമ ഇബ്നു മസ്ഊദിൻ അന്നഹു വവലദഹു അഹഖു മൻ തസദ്ദഖ്തു ബിഹി അലൈഹിം. അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, നിങ്ങൾ സദഖയ്ക്ക് വേണ്ടി പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ ഒരു ആഭരണമുണ്ട്, ഞാനത് സദഖ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവായ അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കൾക്കുമാണ് ഞാനത് സദഖയായി കൊടുക്കേണ്ടത്, അവർക്കാണ് കൂടുതൽ അർഹത എന്നവർ പറയുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനും മക്കൾക്കും അത് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സദഖ ഇബ്നു മസ്ഊദ് സൗജുക്കി വ വലദുക്കി അഹഖു മൻ തസദ്ദഖ്തി ബിഹി അലൈഹിം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ്, നിൻ്റെ ഭർത്താവിനും നിൻ്റെ മക്കൾക്കുമാണ് നീ സദഖ നൽകാൻ ഏറ്റവും അർഹതപ്പെട്ടത്. അപ്പോൾ സ്ത്രീകളുടെ കൈകളിൽ സക്കാത്തോ സദഖയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭർത്താവിന് കൊടുക്കാം, അതേപോലെ തന്നെ അവരുടെ സദഖകൾ മക്കൾക്ക് കൊടുക്കാം, അതിനൊന്നും വിരോധമില്ല. മാത്രമല്ല, അത് കുടുംബത്തിൽ ചെലവഴിക്കുമ്പോൾ അത് സ്ത്രീയാണെങ്കിലും ശരി പുരുഷനാണെങ്കിലും ശരി, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സദഖതു അലൽ മിസ്കീന സദഖ, ഒരു പാവപ്പെട്ടവന് സദഖ കൊടുത്താൽ അത് സദഖ മാത്രമേ ആവുകയുള്ളൂ. എന്നാൽ വഅല ദിൽ ഖറാബത്തി ഇസ്നതാൻ,
എന്നാൽ കുടുംബ ബന്ധമുള്ള പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ 2 നേട്ടമുണ്ട്. ഒന്ന് സദഖത്തുൻ വസിലത്തുൻ, ഒന്ന് ദാനധർമ്മത്തിൻ്റെ പ്രതിഫലം, മറ്റൊന്ന് കുടുംബബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലം. അപ്പോൾ സ്ത്രീകളാണെങ്കിലും അവരുടെ ധനത്തിൽ നിന്ന് അവർക്ക് നോമ്പ് തുറപ്പിക്കാം, ഭർത്താവിനെയും മക്കളെയും നോമ്പ് തുറപ്പിക്കാം, പാവങ്ങളെ നോമ്പ് തുറപ്പിക്കാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ വീട്ടിലുള്ള സഹോദരനോ ഉപ്പയോ ഭർത്താവോ ആര് കൊണ്ടുവരുന്ന ഭക്ഷണമാകട്ടെ, ആ ഭക്ഷണം പാചകം ചെയ്യലും അത് തിന്നാൻ വേണ്ടി കൊടുക്കലുമൊക്കെ പ്രതിഫലാർഹമായ കാര്യമാണ്. പക്ഷേ അവരുടെ മനസ്സിൽ നിയ്യത്തുണ്ടായിരിക്കണം. ഇന്നമൽ അമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. നിശ്ചയമായും പ്രവർത്തനങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും അവരവർ ഉദ്ദേശിച്ചത് അവർക്കുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ അവരുടെ വീട്ടുജോലികളിലൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കുകയാണെങ്കിൽ വമ്പിച്ച ഒരു നേട്ടം പരലോകത്ത് സ്ത്രീകൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതേ സന്ദർഭത്തിൽ ഖുർആൻ ഓതുന്നതിന് അതിൻ്റേതായ മഹത്വമുണ്ട്, ദിക്റുകൾക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്, ദുആക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ രാവുകൾ, അതേപോലെ തന്നെ അവസാന 10 ദിവസങ്ങളൊക്കെ കൂടുതൽ ആരാധനകളിൽ ഉപയോഗപ്പെടുത്തുന്നതിന് മഹത്വമുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വീട്ടിലുള്ള പുരുഷന്മാരായ ആളുകൾ സ്ത്രീകൾക്ക് അധിക ജോലി അവർക്ക് നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്ഷണങ്ങൾ, അനാവശ്യമായ ഭക്ഷണങ്ങൾ, ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ദൂർത്തടിക്കുക, യാതൊരു ആവശ്യവുമില്ലാത്ത ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കുക, വ്യത്യസ്ത തരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടെ സമയം കളയാതിരിക്കുക. അടിസ്ഥാന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ വിശപ്പ് മാറാനും അത്യാവശ്യത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുമുള്ള ഭക്ഷണം എന്നതിനപ്പുറത്ത് മറ്റുള്ളവരെ കണ്ട് മത്സരിക്കുക, കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ മത്സരിക്കുക, പല ചാനലുകളിലും നോക്കിയിട്ട് പുതിയ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കുക, അതിനൊന്നും നമ്മൾ തയ്യാറാവരുത്. സ്ത്രീകളും അതിന് മെനക്കെടരുത്. വീട്ടിലുള്ള പുരുഷന്മാരും സ്ത്രീകളെ ആ നിലക്ക് പ്രയാസപ്പെടുത്തരുത്. മറിച്ച് പരസ്പരം സഹകരിച്ചു കൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ അവസാന 10 ദിവസങ്ങളായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും രാത്രിയിൽ ഐഖള അഹ്ലഹു, കുടുംബത്തെ മുഴുവൻ എഴുന്നേൽപ്പിച്ച് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു. ആ നിലക്ക് ഭർത്താക്കന്മാരൊക്കെ ആ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ അവർ ഉണ്ടാക്കി കൊടുക്കണം. അതേ സന്ദർഭത്തിൽ അത്യാവശ്യമുള്ള വീട്ടുജോലികളും കാര്യങ്ങളുമൊക്കെ അവർ ചെയ്യുക. അതിനവർക്ക് തീർച്ചയായും അതിൻ്റെ പ്രതിഫലമുണ്ട്. നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ ആ നോമ്പ് തുറപ്പിക്കുന്ന ആളുകളുടെ പ്രതിഫലമുണ്ട്. അതെല്ലാം നമ്മൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി നല്ല നിയ്യത്തോടു കൂടി ചെയ്താൽ വമ്പിച്ച നേട്ടം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.